സൗഹൃദത്തിനുമപ്പുറം ചില ആത്മബന്ധങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകാം ഇതുപോലൊരു സോൾമേറ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരാൾ. അല്ലെങ്കിൽ കൂടുതൽ പേർ അവർ നമ്മുടെ റിയൽ നെയിം ഒരിക്കലും വിളിക്കില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തെറികളാവും മിക്കപ്പോഴും മറ്റുള്ളവരുടെ ഇടയിൽ വിളിക്കും. പക്ഷേ സ്നേഹം കൂടുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള നെയിംസ് വെച്ച് നമ്മളെ വിളിക്കും. മറ്റു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ മാക്സിമം നമ്മളെ വെറുപ്പിക്കും. ബട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒടുക്കത്തെ ഇഷ്ടമാവും. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ പുറമേ ചിരിച്ച് ഉള്ളിലൂടെ നല്ല കിടുപ്പണി കൊടുത്തിരിക്കും. നമ്മുടെ കൂടെ അല്ലാതെ മറ്റുള്ളവരുടെ കൂടെ കൂടുതൽ ഇരിക്കുന്നതോ സംസാരിക്കുന്നതോ കണ്ടാൽ ചങ്ക് പിടഞ്ഞിട്ടാണെങ്കിലും സഹിക്കും. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും ഈ കാര്യം പറഞ്ഞ് ചുമ്മാ വെറുതെ സെൻറ്റി അടിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവർ നമ്മെ കെയർ ചെയ്യുന്നത് കണ്ടാൽ സഹിക്കില്ല. നമ്മൾ ചെറുതായി ദേഷ്യപ്പെട്ടാൽ പോലും പെട്ടെന്ന് സങ്കടം വരും. മറ്റു കൂട്ടുകാരുടെ ഇടയിൽ മൈൻഡ് ചെയ്തെന്ന് വരില്ല. പക്ഷേ ഓരോ 10 സെക്കൻഡ്സ് കൂടുമ്പോഴും നമ്മുടെ കണ്ണുകൾ അവരെ ഒന്ന് കണ്ണോടിക്കും. നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ കൂടെ കരയും. എന്ത് ചെയ്തിട്ടാണേലും നമ്മെ വീണ്ടും ഹാപ്പിയാക്കും. സങ്കടം വരുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അവരുടെ മുഖമാവും. ക്ലാസ്സിലെത്തിയാൽ ആദ്യം കണ്ണുകൾ തിരയുന്നത് അവരെയാവും. നമുക്ക് വേണ്ടി ഏതറ്റം വരെ പോകും. തമ്മിൽ വഴക്കിടാത്ത ദിവസങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. പിണങ്ങി നടക്കുമ്പോഴും മനസ്സില്ല മനസ്സോടെ ആണെങ്കിലും ഫുഡടിക്കുമ്പോൾ നീ കഴിക്കുന്നില്ലേ, നീ കഴിച്ചോ എന്ന് ചോദിച്ചിരിക്കും. ഒരു കാരണവുമില്ലാതെ വെറുതെ അടിയുണ്ടാക്കും. 1000 തവണയെങ്കിലും സോറി പറഞ്ഞ് പുറകെ നടക്കും. കുറേ ദിവസം തെറ്റി മിണ്ടുമ്പോഴുള്ള സന്തോഷത്തിന് അതിരുണ്ടാവില്ല. ചെറിയ സങ്കടങ്ങൾ പറഞ്ഞ് ചുമ്മാ കൊഞ്ചി കുറ്റപ്പെടുത്തും. നമ്മുടെ ദേഷ്യവും സങ്കടവും ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അവരാകും. നമുക്ക് വേണ്ടി എത്രത്തോളം താഴ്ന്നു തരാനും ഒരു മടിയും കാണിക്കില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ താഴ്ന്നു തന്നത് നമ്മുടെ മുൻപിലാവും. നമ്മുടെ അമ്മ പറഞ്ഞിട്ടും കേൾക്കാത്തതുവരെ നമ്മൾ പറഞ്ഞാൽ കേൾക്കും. നമ്മുടെ സകല തെണ്ടിത്തരങ്ങളും അവർക്കറിയാം. അവർ ക്ലാസ്സിൽ ഒരു ദിവസം ലീവായാൽ അന്നത്തെ ദിവസം പോയി. അവരുടെ കൂടെ ഒരു സെക്കൻഡ് ചിലവഴിക്കുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ്, ആ സന്തോഷം മറ്റു ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു മണിക്കൂർ ഇരുന്നാൽ പോലും കിട്ടില്ല. ഒരു കാര്യവുമില്ലെങ്കിലും ചുമ്മാ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. ബർത്ത്ഡേക്ക് ഷാർപ്പ് 12 മണിക്ക് വിഷ് ചെയ്യും. അവർക്ക് വേണ്ടി എത്ര പണം ചിലവഴിച്ചാലും കണക്ക് വയ്ക്കില്ല. അവർ തമാശയ്ക്ക് പോലും എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അതെപ്പോൾ നടന്നെന്ന് ചോദിച്ചാൽ മതി. പറയാതെ തന്നെ നമ്മുടെ മനസ്സ് വായിക്കും. നമ്മുടെ സങ്കടം എന്താണെന്ന് ഇങ്ങോട്ട് പറയും. ആരൊക്കെ തേച്ചിട്ട് പോയാലും അവസാനം വരെ കൂടെ നിൽക്കാൻ അവരെ ഉണ്ടാകും. അവർ നമ്മുടെ മുൻപിൽ ഒരു ചെറിയ കുട്ടിയെ പോലെ നിന്നു തരും. അല്ലെങ്കിൽ നമ്മളങ്ങനെ നിന്നു കൊടുക്കും. എത്ര സമയം വേണമെങ്കിലും നമുക്ക് വേണ്ടി ചിലവഴിക്കും. നമ്മുടെ ഒട്ടുമിക്ക സ്റ്റാറ്റസുകളും DPകളും അവർക്ക് വേണ്ടിയായിരിക്കും. അതുപോലെ തന്നെ തിരിച്ചും. ചുമ്മാ അവരുടെ സ്റ്റാറ്റസും DPയും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും. അവരുമായിട്ടുള്ള ചാറ്റ് വീണ്ടും വായിക്കും. ഒരു രസത്തിന്. ഒരുപക്ഷെ അവരുടെ കൂടെ ഈ ലോകം മുഴുവൻ കറങ്ങാൻ മുടിഞ്ഞ ആഗ്രഹമുണ്ടാകും. കാണുന്ന സ്വപ്നമല്ല സൗഹൃദം, നക്ഷത്രങ്ങളിലെ പ്രകാശമല്ല സൗഹൃദം, ഹൃദയത്തിൽ ഹൃദയം തൊട്ടറിയുന്ന വികാരമാണ് സൗഹൃദം. This is RJ Tony signing off from Backbenchers. Love you guys, then see you tomorrow.